ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസും അല്ലെങ്കിൽ ഇത് കണക്ക് ചാറ്റൊക്കെ വെളിവിട്ടാൽ ഒരു കുഴപ്പമില്ല. അതേ സ്ഥാനത്തുണ്ടെങ്കിൽ ഇത് കണക്ക് അതിജീവിതയുടെ ഫോട്ടോ ഒക്കെ വെളിവിട്ടാൽ ഇപ്പോൾ കേസാവുന്നൊരു സമയം കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫെനി ഉണ്ടെങ്കിൽ ഇത് കണക്കുണ്ടെങ്കിൽ അതിജീവിതയുടെ ചാറ്റ് എടുത്ത് വെളിയിടുകയും അത് ഭയങ്കര മാനിപ്പുലേറ്റീവാണ് അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാമത്തെ കേസ് വന്നപ്പോൾ ഫെനിക്കെതിരെ ഉണ്ടെങ്കിൽ ഇത് കണക്കുണ്ടായിരുന്നു, അവനാണ് എല്ലാത്തിനും കാരണം, അങ്ങനെ ഇങ്ങനെ ഇടയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കണക്ക് ചാറ്റ് വെളിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായത്. ഇതേ കേസ് തന്നെയാണ് നമ്മൾ രാഹുൽ ഈശ്വറിന് ഇത് കണക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം രാഹുൽ ഈശ്വറും അകത്ത് പോയി കുറേ നാൾ കിടന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇവനുണ്ടെങ്കിൽ മനഃപൂർവ്വം വന്ന് പണി വാങ്ങാൻ നിൽക്കാനുള്ള സിറ്റുവേഷനിലാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം കണക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വെളിയിട്ട് കഴിഞ്ഞാലുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് അകത്തിടുമെന്ന്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് അത് ചാനലിൽ ചർച്ച ചെയ്യും, ബാക്കിയുള്ളിടത്ത് ഇതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്യും. എന്തായാലും ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും രാഹുലിന് കൂട്ടായിട്ട് അവനും അകത്ത് പോകേണ്ടി വരുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനത്തുള്ള മണ്ടത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു.